നമസ്കാരം. ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വ്യോമ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട 85-ലധികം കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഭാഗത്തു നിന്നും കനത്ത വ്യോമാക്രമണം ഉണ്ടായത്. ഇറാഖിലും സിറിയയിലുമായിരുന്നു യുഎസിന്റെ സംഹാര താണ്ഡവം ഉണ്ടായത്. ഞായറാഴ്ച ഇറാന്റെ ആക്രമണത്തിൽ ജോർദാനിൽ 3 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണത്തിനുള്ള മറുപടി എന്ന നിലയ്ക്ക് തന്നെയാണ് ജോ ബൈഡൻ ഭരണകൂടം ഇപ്പോൾ നടന്നിരിക്കുന്ന വ്യോമ ആക്രമണത്തെ വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ ഇറാഖ് അതിർത്തി പ്രദേശത്താണ് ആക്രമണം നടന്നത് എന്നതും ഈ മേഖലയിൽ അസ്ഥിരതയ്ക്ക് തിരികൊളുത്തിയേക്കും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഇറാഖ് സൈന്യം അമേരിക്കയ്ക്ക് നൽകിയിട്ടുമുണ്ട്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അമേരിക്ക ഈ സംഭവത്തെ തുടർന്ന് നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ഇറാഖ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാഖിലെ യുഎസ് നേതൃത്വത്തിലുള്ള സൈനിക സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ഒരു ചർച്ച ആരംഭിക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ബാഗ്ദാദും വാഷിംഗ്ടണും ഒക്കെ സമ്മതിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഒരു സഖ്യ നീക്കത്തിലൂടെ മുന്നോട്ട് പോകാനിരുന്ന 2 രാജ്യങ്ങളാണ് ഇപ്പോൾ 2 ചേരിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ പശ്ചിമേഷ്യ കൂടുതൽ പുകയുകയാണ്, കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇറാഖ് തിരിച്ചടിക്കും എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയ സ്ഥിതിക്ക് എപ്പോഴായിരിക്കും അമേരിക്കയ്ക്ക് ഇവരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ആക്രമണം ഉണ്ടാകുക എന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ഈ മേഖല വളരെയധികം അസ്വസ്ഥമാണ്. അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പ് അമേരിക്ക വളരെ ഗൗരവതരമായി തന്നെയാണ് എടുത്തിരിക്കുന്നതും. എന്തായാലും ആ മേഖലയിൽ കനത്ത വ്യോമ ആക്രമണം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നതും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.